കനത്ത മഴയിൽ ദുരിതമൊഴിയാതെ ആസാം. പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 64ആയി. കസിരംഗ ദേശീയോദ്യാനത്തിലെ 114 വന്യമൃഗങ്ങൾ ചത്തു. ബീഹാറിലും പ്രളയക്കെടുതി രൂക്ഷം. ഗണ്ഡക് നദി കരകവിഞ്ഞതോടെ 150 തൊഴിലാളികൾ ബഗഹയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബ്രഹ്മപുത്രയും കൈവഴികളും അപകടകരമാം വിധം കരകവിഞ്ഞൊഴുകുകയാണ്. 30 ജില്ലകളിലായി ഏകദേശം 24.5 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയത്താൽ ബാധിക്കപ്പെട്ടത്. ഉരുൾപൊട്ടലിലും കൊടുങ്കാറ്റിലും 12 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. കാച്ചർ, കാംരൂപ്, ദുബ്രി, നാഗാവ്, ഗോൽപാര, ബാർപേട്ട, ദിബ്രുഗഡ്, ബൊംഗൈഗാവ്, ലഖിംപൂർ, ജോർഹട്ട്, കൊക്രജാർ, കരിംഗഞ്ച്, ടിൻസൂക്കിയ തുടങ്ങിയ ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാസിരംഗ ദേശീയ ഉദ്യാനത്തിലെ 114 വന്യമൃഗങ്ങളും ചത്തു. 4 കാണ്ടാമൃഗങ്ങളും 94 മാനുകളും മുങ്ങിച്ചത്തു. 11 മൃഗങ്ങൾ ചികിത്സയ്ക്കിടെയാണ് ചത്തത്. നിലവിൽ 34 മൃഗങ്ങൾ ചികിത്സയിലുള്ളതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 24 മണിക്കൂറിനിടെ കനത്ത മഴയാണ് ബീഹാറിന്റെ വിവിധയിടങ്ങളിൽ പെയ്തത്. ഇതേ തുടർന്ന് ഗണ്ഡക് നദി കരകവിഞ്ഞു. പല ഭാഗങ്ങളും ഒറ്റപ്പെട്ടു. ബഗഹയിൽ 150ഓളം തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം. ഉത്തരാഖണ്ഡിൽ ഭീതി വിതച്ച് അതിശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജൂലൈ 13 വരെ ജമ്മു കാശ്മീരിലും മഴ മുന്നറിയിപ്പുണ്ട്. ഗംഗ, അളകനന്ദ തുടങ്ങി പ്രധാന നദികളിലെ മണ്ണിടിച്ചിലും ശക്തമായ വെള്ളപ്പാച്ചിലും കാരണം 100-ലധികം റോഡുകൾ അടച്ചു. ദേശീയപാതകൾ പലയിടങ്ങളിലും തകർന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജൂൺ 25 മുതൽ ആദി കൈലാഷ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ജൂൺ 29-നാണ് ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴ തുടങ്ങിയത്. ജൂലൈ 10 വരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചമോലി, രുദ്രപ്രയാഗ്, പൌരി ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ഡെറാഡൂൺ, തെഹ്രി, ഹരിദ്വാർ, ഉത്തരകാശി ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുമയൂൺ മേഖലയിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലും അതിശക്തമായ മഴ പെയ്തേക്കും. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ അധികാരികളോട് ജാഗ്രത പാലിക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശിച്ചു. ജനങ്ങളോട് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ജൂലൈ 13 വരെ ജമ്മു കശ്മീരിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.